നമസ്കാരം. നമ്മുടെ ഈ വിശദമായ അന്വേഷണ പരമ്പരയിലേക്ക് സ്വാഗതം. ഇത് മൂന്നാമത്തെ ചർച്ചയാണ്. ഇന്ന് നമ്മൾ ശ്ലോക് ചൗഹാൻ നൽകിയ ചില വിവരങ്ങൾ വെച്ചാണ് സംസാരിക്കുന്നത്. എങ്ങനെ ഒരു മാറ്റത്തിന്, ഒരു നല്ല കാര്യത്തിന് തുടക്കമിടുന്ന ഒരു പ്രോജക്റ്റ് തുടങ്ങാം, അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതെ. പലപ്പോഴും തോന്നാറുണ്ട്, ഈ വലിയ മാറ്റങ്ങളൊക്കെ വലിയ വലിയ കമ്പനികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് അവരൊക്കെ ചെയ്യുന്നതല്ലേ എന്ന്. ശരിയാണ്, അങ്ങനെ ഒരു ധാരണയുണ്ട്. പക്ഷേ ശ്ലോക്ക് പറയുന്നത് അതല്ല. നമുക്ക് ചുറ്റും കാണുന്ന ഒരു പ്രശ്നം, അതൊന്ന് ശ്രദ്ധിച്ച് അതിലൊന്നും മനസ്സുവെച്ചാൽ ആർക്കും ഒരു ചേഞ്ച് മേക്കറാകാം, ഒരു മാറ്റം കൊണ്ടുവരുന്നയാളാകാം. തീർച്ചയായും ഒരു ചെറിയ ഐഡിയ മതി. പക്ഷെ ആ ഐഡിയ വെറുമൊരു ചിന്തയായിട്ടിരുന്നാൽ പോരല്ലോ. പോരാ. ഒരു പ്രശ്നം കണ്ടെത്തുന്നു, അതിനൊരു പരിഹാരം ആലോചിക്കുന്നു, അത് ചെയ്യുന്നു, പിന്നെ അതുകൊണ്ട് എന്ത് മാറ്റമുണ്ടായി എന്ന് നോക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ യാത്രയുടെ തുടക്കം ഏറ്റവും പ്രധാനം ശരിയായൊരു പ്രോജക്റ്റ് കണ്ടെത്തുക എന്നതാണല്ലോ. അതെ. എവിടെ തുടങ്ങും? ചുറ്റും നോക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും. ഇതിൽ ഏതാണ് നമ്മളെക്കൊണ്ട് പറ്റുന്നത്, നമുക്ക് താല്പര്യമുള്ളതെന്നൊക്കെ എങ്ങനെ അറിയും? അതെ, അത് നല്ല ചോദ്യമാണ്. ആദ്യം ചുറ്റുമൊന്ന് നോക്കാൻ ശ്ലോക്ക് പറയുന്നുണ്ട്. നമ്മുടെ സ്കൂളില്, അല്ലെങ്കിൽ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത്, ടൗണില്, അവിടെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് മാലിന്യം കൂടുന്നത് തന്നെ അതൊരു പ്രശ്നമല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ നല്ല സ്ഥലങ്ങളുണ്ടാവില്ല. അതുമല്ലെങ്കിൽ ചില വിഷയങ്ങളെക്കുറിച്ച്, മാനസികാരോഗ്യം പോലെയുള്ളവയെക്കുറിച്ച് ആളുകൾക്ക് വലിയ അറിവുണ്ടാവില്ല. ശരിയാണ്. ഇതിൽ നമുക്ക് ശരിക്കും ഒരു താൽപ്പര്യമുള്ള വിഷയമേതാണ്? ചിലർക്ക് പരിസ്ഥിതിയിലാവും താൽപ്പര്യം, ചിലർക്ക് വിദ്യാഭ്യാസം, ചിലർക്ക് ആരോഗ്യം. ആ താൽപ്പര്യവുമായി ബന്ധമുള്ള ഒരു പ്രശ്നം കണ്ടെത്തിയാൽ നമുക്ക് മുന്നോട്ടു പോകാനൊരു ഊർജം കിട്ടും. ആ ഊർജം പ്രധാനമാണല്ലേ? കാരണം ഇടയ്ക്ക് വെച്ച് മടുപ്പ് തോന്നാം. തീർച്ചയായും. താൽപ്പര്യമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നിർത്തിക്കളയും. ഓക്കെ, താല്പര്യമുണ്ട്, ഒരു പ്രശ്നം കണ്ടുപിടിച്ചു. പക്ഷെ അടുത്ത കാര്യം, ഇതെന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ കൊണ്ട് പറ്റുമോ? അതാണ് പ്രായോഗികതയുടെ കാര്യം. ഹോബി പോലെ ഒരു കാര്യം ചെയ്യുന്ന പോലെ അല്ലല്ലോ ഇത്. അല്ല. നമുക്ക് ആവശ്യത്തിന് സമയമുണ്ടോ? ഇത് ചെയ്യാൻ അറിയുന്ന ആളുകൾ നമ്മുടെ കൂടെയുണ്ടോ? ചിലപ്പോൾ കുറച്ച് പൈസ ആവശ്യമുണ്ടാവുമോ? ഇതൊക്കെ നമ്മൾ ആദ്യമേ ഒന്ന് ആലോചിക്കണം. ഒരുപാട് വലിയ സ്വപ്നം കണ്ടിട്ട് തുടങ്ങിയിട്ട് നടക്കാതെ പോകുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തിരഞ്ഞെടുക്കുന്നതാണ്. യാഥാർത്ഥ്യബോധത്തോടെ തുടങ്ങണം. അതെ, യാഥാർത്ഥ്യബോധം വേണം. ശ്ലോക്ക് പറയുന്നൊരു പ്രധാന കാര്യം തുടക്കം ചെറുതായിക്കോട്ടെ എന്നാണ്. ഉദാഹരണത്തിന് സ്കൂളിലെ പ്ലാസ്റ്റിക് പ്രശ്നം. പെട്ടെന്നൊരു ദിവസം പ്ലാസ്റ്റിക് മൊത്തം നിർത്താൻ പറ്റില്ല. ഇല്ല. പക്ഷെ ഒരു ചെറിയ കാര്യം ചെയ്യാം. എന്താ? കുട്ടികളോട് എല്ലാവരും സ്റ്റീൽ വാട്ടർ ബോട്ടിൽ കൊണ്ടുവരാൻ പറയാം. അതിനൊരു ക്യാമ്പയിൻ നടത്താം. അതൊരു ചെറിയ തുടക്കമാണ്, പക്ഷെ അതൊരു മാറ്റമാണ്. അത് പ്രായോഗികവുമാണ്. ശരിയാണ്. അപ്പൊ സമൂഹത്തിന് ആവശ്യമുള്ള ഒന്നാണെങ്കിൽ മറ്റുള്ളവരുടെ പിന്തുണയും കിട്ടാൻ സാധ്യതയുണ്ടല്ലേ? ഉറപ്പായും. ഇത് നമുക്ക് വേണ്ടി മാത്രമല്ലല്ലോ ചെയ്യുന്നത്, സമൂഹത്തിനു വേണ്ടി കൂടിയാണ്. അപ്പൊ ആളുകൾ സഹായിക്കാൻ വരും. പിന്നെ നിലവിൽ ആരെങ്കിലും ആ പ്രശ്നത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും നോക്കാം. ഒരു പുതുമ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ പ്രോജക്റ്റ് തിരഞ്ഞെടുത്തു, അത് പ്രായോഗികമാണെന്നും തോന്നി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഒരു റോഡ് മാപ്പ് പോലെ ഇതിനൊരു ഘടനയുണ്ടാവുമല്ലോ. ഉണ്ട്. ഇതൊരു യാത്രയാണെന്ന് പറഞ്ഞല്ലോ, അതിന് കൃത്യമായ സ്റ്റെപ്പുകളുണ്ട്. ശ്ലോക്ക് ഏകദേശം ഒരു 10 ഘട്ടങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കതിനെ പ്രധാനമായിട്ട് ഇങ്ങനെ തിരിക്കാം. എങ്ങനെ? ഒന്നാമതായിട്ട് പ്രശ്നം തിരിച്ചറിയുക. വെറുതെ മാലിന്യം പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ പോരാ, കൃത്യമായിട്ട് പറയണം. എക്സസ് സ്ഥലത്ത് ശരിയായ വേസ്റ്റ് ബിൻ ഇല്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക് റോഡിൽ കിടക്കുന്നു, അങ്ങനെ. ഓക്കെ, വ്യക്തമായി നിർവചിക്കുക. അതെ. എന്നിട്ട് അതിനെക്കുറിച്ച് പഠിക്കണം. കുറച്ച് ഗവേഷണം, ഡേറ്റ നോക്കുക, ഈ പ്രശ്നം ബാധിക്കുന്ന ആളുകളോട് സംസാരിക്കുക. അപ്പോഴാണ് ശരിക്കുള്ള ചിത്രം കിട്ടുക. ശരി, റിസർച്ച്. രണ്ടാമത്തെ ഘട്ടം പരിഹാരങ്ങൾ ആലോചിക്കുക എന്നതാണ്. ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം മാത്രമല്ലല്ലോ ഉണ്ടാവുക. അല്ല. ഒരുപാട് ഐഡിയകൾ ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും നല്ലത്, പ്രായോഗികമായത് തിരഞ്ഞെടുക്കുക. അത് കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് പ്ലാൻ ചെയ്യണം. പ്ലാനിംഗ്. അതെ, ഒരു ആക്ഷൻ പ്ലാൻ. എന്ത് ചെയ്യണം, എപ്പോ ചെയ്യണം, ആര് ചെയ്യണം, ഇതിനൊക്കെ എന്ത് സാധനങ്ങൾ വേണം, ആരെയൊക്കെ ബന്ധപ്പെടണം, ഒരു ടീമിനെ ഉണ്ടാക്കണം. ഒരേ മനസ്സുള്ള കുറച്ചുപേർ. ടീം വർക്ക് പ്രധാനം. വളരെ പ്രധാനം. ഒറ്റയ്ക്ക് ചിലപ്പോൾ എല്ലാത്തിനും പറ്റില്ല.
പിന്നെ വിഭവങ്ങൾ കണ്ടെത്തണം. ചിലപ്പോൾ കുറച്ച് ഫണ്ട് വേണ്ടിവരും, അല്ലെങ്കിൽ ചിലപ്പോൾ സാധനങ്ങൾ, അല്ലെങ്കിൽ ചില അനുമതികളൊക്കെ വേണ്ടിവരും. അതെല്ലാം പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. എല്ലാം പ്ലാനിങ്ങിൽ വരണം. അത് കഴിഞ്ഞാൽ 4ാമത്തെ ഘട്ടം നടപ്പിലാക്കുക. പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്യുക. തുടക്കം പതുക്കെയായാലും മതി. സ്ഥിരമായിട്ട് മുന്നോട്ടു പോവുക. ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകരുത്. അതെ. അതോടൊപ്പം തന്നെ 5ാമതായി പുരോഗതി നിരീക്ഷിക്കണം. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ പോകുന്നുണ്ടോ? എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ട്രാക്ക് ചെയ്യണം. യെസ്, ട്രാക്ക് ചെയ്യണം. 6ാമത്തെയും ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘടകം സ്വാധീനം അളക്കുക എന്നതാണ്. നമ്മൾ ചെയ്തതുകൊണ്ട് ശരിക്കും എന്തു മാറ്റമുണ്ടായി? അതെങ്ങനെ അളക്കുക? അതിലേക്ക് വരാം. 7ാമതായി നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ വിജയങ്ങൾ, അത് ചെറുതാണെങ്കിൽ പോലും ആഘോഷിക്കുക, അത് പങ്കുവെക്കുക. മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാകും. ഓക്കെ, അപ്പോ തിരിച്ചറിയുക, പഠിക്കുക, പരിഹാരം കാണുക, പ്ലാൻ ചെയ്യുക, ടീമുണ്ടാക്കുക, വിഭവങ്ങൾ കണ്ടെത്തുക, നടപ്പാക്കുക, നിരീക്ഷിക്കുക, അളക്കുക, പങ്കുവയ്ക്കുക. ഇതൊക്കെയാണ് പ്രധാന ഘട്ടങ്ങൾ. ഏകദേശം അതെ. ഈ യാത്രയിൽ പ്രത്യേകിച്ചും പ്ലാൻ ചെയ്യുമ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവാം. ഓർമ്മിക്കാൻ, കാര്യങ്ങൾ ചിട്ടപ്പെടുത്താൻ സഹായിക്കുന്ന എന്തെങ്കിലും ടൂൾസ് അല്ലെങ്കിൽ ടെംപ്ലേറ്റുകളൊക്കെ ഉണ്ടോ? ഉണ്ടുണ്ട്. കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കാൻ ചില ടെക്നിക്കുകൾ, ടൂളുകളൊക്കെ ശ്ലോക് പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, പ്രശ്നം ശരിക്കും മനസ്സിലാക്കാൻ പ്രോബ്ലം ട്രീ അനാലിസിസ് എന്ന് പറയും. പ്രോബ്ലം ട്രീ അതെന്താണ്? അത് പ്രശ്നത്തെ നമ്മൾ ഒരു മരത്തിന്റെ തടിയായിട്ട് സങ്കല്പിക്കുക. ഓക്കെ. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിനെ വേരുകളായിട്ട് താഴേക്ക് വരയ്ക്കുക. ഈ പ്രശ്നം കാരണം എന്ത് പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത്? അതിനെ ശാഖകളായിട്ട് മുകളിലേക്കും വരയ്ക്കുക. ആഹാ, അപ്പോൾ ഒരു ചിത്രം കിട്ടും. അതെ, ഒരു ചിത്രം കിട്ടും. അപ്പൊ നമുക്ക് ശരിക്കുള്ള കാരണം, മൂലകാരണം മനസ്സിലാകും. വെറുതെ പുറമേ കാണുന്ന ലക്ഷണമല്ല, കാരണം എന്താണെന്ന് അറിയാൻ പറ്റും. അത് കൊള്ളാം. വേറെന്തൊക്കെയുണ്ട്? പിന്നെ നമ്മുടെ ഐഡിയ എത്രത്തോളം ശക്തമാണ് എന്ന് നോക്കാൻ SWOT അനാലിസിസ് ഉപയോഗിക്കാം. നമ്മുടെ ശക്തി, സ്ട്രെങ്ത്സ്, ദൗർബല്യം, വീക്ക്നെസ്, നമുക്കുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ നേരിടാൻ സാധ്യതയുള്ള ഭീഷണികൾ, ത്രെറ്റ്സ്. ഇത് 4ഉം ഒന്ന് എഴുതി നോക്കിയാൽ നമ്മുടെ പ്ലാൻ മെച്ചപ്പെടുത്താൻ പറ്റും. ഓക്കെ, സ്വാട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ ഈ പ്ലാനിംഗ് ഘട്ടത്തിൽ ഒരു ആക്ഷൻ പ്ലാൻ ടെംപ്ലേറ്റ് ഉപയോഗിക്കാം. ഒരു ടേബിൾ പോലെ. എന്ത് ടാസ്ക്, ആരാണ് ചെയ്യേണ്ടത്, എപ്പോഴേക്കും തീർക്കണം, എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ വേണം, ഇതൊക്കെ എഴുതി വയ്ക്കാൻ. അപ്പൊ കാര്യങ്ങൾ ട്രാക്കിൽ നിൽക്കും. എല്ലാവർക്കും അറിയുകയും ചെയ്യാം ആരെന്താ ചെയ്യേണ്ടതെന്ന്. കൃത്യമായി. പിന്നെ അവസാനം സ്വാധീനം അളക്കാൻ സഹായിക്കുന്ന ഇംപാക്റ്റ് ചെക്ക് ലിസ്റ്റ്. ആളുകളുടെ അഭിപ്രായം അറിയാൻ ഫീഡ്ബാക്ക് ഫോമുകൾ അല്ലെങ്കിൽ സർവേകൾ, ഇതൊക്കെ ഉപയോഗിക്കാം. ഒരു ഇംപാക്റ്റ് ലോഗ് വെക്കുന്നത് നല്ലതാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ഇത്ര പേർക്ക് പരിശീലനം കൊടുത്തു, ഇത്ര കിലോ മാലിന്യം നീക്കം ചെയ്തു, അങ്ങനെയുള്ള മൈൽ സ്റ്റോണുകൾ രേഖപ്പെടുത്തി വയ്ക്കാൻ. കൊള്ളാം. ഈ ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആവും. തീർച്ചയായും. അപ്പോൾ ടൂൾസ് ഉപയോഗിച്ച് പ്ലാൻ ചെയ്തു, ടീമുണ്ട്, പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷെ വെറുതെ പ്രവർത്തിച്ചാൽ മതിയോ? നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ശരിക്കും ഒരു മാറ്റം, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ടെന്ന് എങ്ങനെ ഉറപ്പുവരുത്തും? അതൊരു പ്രധാന പോയിന്റാണ്. വെറുതെ എന്തെങ്കിലും ചെയ്തെന്ന് വരുത്തുകയല്ലല്ലോ ലക്ഷ്യം. അല്ല. യഥാർത്ഥ സ്വാധീനമുണ്ടാവാൻ ചില കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറുതായി തുടങ്ങുക, പക്ഷേ ലക്ഷ്യം വലുതായിരിക്കണം. ഒരു 20 പേരെ കാര്യമായിട്ട് സഹായിക്കാൻ പറ്റിയാൽ അത് 2000 പേരെ സഹായിക്കുമെന്ന് വാഗ്ദാനം കൊടുത്ത് പരാജയപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. ശരിയാണ്. ആത്മാർത്ഥത വേണം. രണ്ടാമതായി, നമ്മൾ ആർക്കു വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് അവരെ ഇതിൽ പങ്കാളികളാക്കണം. വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾ, അധ്യാപകർ, സ്കൂൾ അധികൃതർ, നാട്ടുകാർ എല്ലാവരെയും ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ഒറ്റയ്ക്ക് ചെയ്യരുത്. അതെ, സഹകരണം വേണം. മൂന്നാമതായി, ഒരു ദിവസത്തെ പരിപാടി എന്നതിലുപരി ഒരു തുടർ പ്രവർത്തനമാവണം ലക്ഷ്യം. ഉദാഹരണത്തിന്, ഒരു ദിവസം ഒരു ശുചീകരണ യജ്ഞം നടത്തിയാൽ മാലിന്യപ്രശ്നം തീരുമോ? ഇല്ല. അടുത്ത ദിവസം വീണ്ടും ഉണ്ടാവും. അതെ. അപ്പോ വേണ്ടതെന്താ? സ്ഥിരമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. ഒരു പക്ഷേ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആളുകളുടെ ശീലങ്ങളിൽ മാറ്റം വരുത്താൻ നോക്കുക. സുസ്ഥിരമായ മാറ്റം. അതെ, സസ്റ്റൈനബിലിറ്റി.
നാലാമതായി കഥ പറച്ചിലിന്റെ പ്രാധാന്യം. നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നു, അതുകൊണ്ടെന്തു മാറ്റം വരുന്നു എന്നതൊക്കെ മറ്റുള്ളവരെ അറിയിക്കണം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം, നോട്ടീസ് അടിക്കാം, സ്കൂൾ അസംബ്ലിയിൽ പറയാം. നമ്മുടെ പ്രവർത്തനം മറ്റുള്ളവരിലേക്ക് എത്തണം. അപ്പോഴാണ് കൂടുതൽ പിന്തുണ കിട്ടുക, കൂടുതൽ പേർക്ക് പ്രചോദനമാവുക. അഞ്ചാമത്തെ കാര്യം, ഒരുപക്ഷെ ഏറ്റവും പ്രധാനം, മറ്റുള്ളവരെ ശാക്തീകരിക്കുക എന്നതാണ്. അതെങ്ങനെയാണ്? അതായത് നമ്മൾ എപ്പോഴും അവിടെ ഉണ്ടാവണമെന്നില്ലല്ലോ. നമ്മൾ തുടങ്ങിയ കാര്യം നമ്മളില്ലെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടുത്തെ ആളുകൾക്ക്, ആ സമൂഹത്തിന് കഴിയണം. അവർ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അപ്പോഴാണ് ശരിക്കുള്ള വിജയം. ഓക്കെ, നമ്മളില്ലെങ്കിലും ആ മാറ്റം അവിടെ നിലനിൽക്കണം. അതെ, അതാണ് യഥാർത്ഥ ഇംപാക്റ്റ്. അപ്പോ ഈ ഇംപാക്റ്റ് അല്ലെങ്കിൽ സ്വാധീനം അത് ഉണ്ടായി എന്ന് നമ്മൾ എങ്ങനെ അറിയും, എങ്ങനെ അളക്കും? വെറുതെ നമുക്ക് തോന്നിയിട്ട് കാര്യമുണ്ടോ? ഇല്ല, തോന്നിയാൽ പോരാ. അത് അളക്കാൻ ചില വഴികളുണ്ട്. ശ്ലോക് അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. പ്രധാനമായും 2 തരത്തിലുള്ള ഡാറ്റ നോക്കാം. ഒന്ന്, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. ക്വാണ്ടിറ്റേറ്റീവ് അതെന്താണ്? അക്കങ്ങൾ, എണ്ണാൻ പറ്റുന്ന കാര്യങ്ങൾ. എത്ര പേർ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തു, എത്ര കിലോ പ്ലാസ്റ്റിക് നമ്മൾ ശേഖരിച്ചു, എത്ര മരങ്ങൾ നട്ടു, എത്ര പേരുടെ അറിവ് വർദ്ധിച്ചു, ഇങ്ങനെയുള്ള കണക്കുകൾ. ഓക്കെ, നമ്പറുകൾ. അതെ. രണ്ടാമത്തത് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഇത് അക്കങ്ങളല്ല, ഗുണപരമായ കാര്യങ്ങളാണ്. ആളുകളുടെ അനുഭവങ്ങള്, സാക്ഷ്യപത്രങ്ങള്, അവരുടെ മനോഭാവത്തിൽ എന്തു മാറ്റം വന്നു, അവരുടെ ജീവിതത്തിൽ എന്ത് നല്ല വ്യത്യാസമുണ്ടായി എന്നൊക്കെയുള്ള വിവരങ്ങൾ. ചിലപ്പോൾ കഥകളായിരിക്കാം ഇത്. ആളുകളുടെ ഫീഡ്ബാക്ക്, അനുഭവങ്ങൾ. അതെ, ഈ രണ്ടും പ്രധാനമാണ്. നമ്പറുകൾ മാത്രം നോക്കിയാൽ മുഴുവൻ ചിത്രം കിട്ടില്ല. ശരിയാണ്. വേറെന്തുണ്ട് അളക്കാൻ? പിന്നെ വളരെ എളുപ്പമുള്ള ഒരു രീതി, മുമ്പും ശേഷവുമുള്ള താരതമ്യം. ബിഫോർ ആൻഡ് ആഫ്റ്റർ കമ്പാരിസൺ. പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ആ സ്ഥലത്തിന്റെ ഒരു ഫോട്ടോ എടുക്കുക. പ്രോജക്റ്റ് കഴിഞ്ഞ് കുറച്ചുകാലം കഴിഞ്ഞ് അതേ സ്ഥലത്തിന്റെ ഫോട്ടോ എടുക്കുക. ആ വ്യത്യാസം തന്നെ വലിയൊരു തെളിവാണ്. ആ, അത് കൊള്ളാം. എളുപ്പത്തിൽ മനസ്സിലാവും. വിവരണങ്ങൾ വെച്ചും താരതമ്യം ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ സുസ്ഥിരതാ പരിശോധന, സസ്റ്റൈനബിലിറ്റി ചെക്ക്. നമ്മൾ ഈ പ്രോജക്റ്റിൽ നിന്ന് മാറിയാലും ഇത് മുന്നോട്ടു പോകുന്നുണ്ടോ, മറ്റുള്ളവരിത് ഏറ്റെടുത്ത് നടത്തുന്നുണ്ടോ, അതും ഒരു അളവുകോലാണ്. ഓക്കെ, അപ്പോൾ പല രീതിയിൽ ഈ മാറ്റം അളക്കാൻ പറ്റും. അളക്കുന്നത് വളരെ പ്രധാനവുമാണ്. എങ്കിലേ നമുക്ക് മനസ്സിലാവൂ നമ്മൾ ചെയ്തത് ഫലപ്രദമായിരുന്നു, ഇനിയും എന്ത് മെച്ചപ്പെടുത്താൻ പറ്റുമെന്നൊക്കെ. അപ്പോ ഒരു പ്രോജക്റ്റ് ചെയ്തു, അതിന്റെ ഫലം അളന്നു, അവിടെ തീർന്നു? ഇല്ല, ഒരിക്കലുമില്ല. ഇതൊരു തുടർ യാത്രയാണ്. ഒരു പ്രോജക്റ്റ് കഴിഞ്ഞാല് അടുത്തതിലേക്ക് പോകാം, അല്ലെങ്കിൽ ചെയ്ത പ്രോജക്റ്റിനെ തന്നെ മെച്ചപ്പെടുത്താം. തുടർച്ചയായ വളർച്ച. അതെ, കണ്ടിന്യൂസ് ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവ്മെന്റ്. അതിന് എപ്പോഴും ഫീഡ്ബാക്ക് തേടണം. നമ്മൾ സഹായിച്ച ആളുകളോട് ചോദിക്കണം എങ്ങനെയുണ്ടായിരുന്നു, ഇനിയും എന്ത് ചെയ്യാം എന്ന്. മറ്റുള്ളവരുമായി സഹകരിക്കണം. ചിലപ്പോൾ വേറെ ഗ്രൂപ്പുകൾ സമാനമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും, അവരുമായി ചേർന്ന് പ്രവർത്തിക്കാം. ഒറ്റയ്ക്ക് നിൽക്കാതെ. അതെ. പിന്നെ നമ്മുടെ ഈ യാത്ര, അത് ഡോക്യുമെന്റ് ചെയ്യുന്നത് നല്ലതാണ്. എന്തൊക്കെ ചെയ്തു, എന്ത് പഠിച്ചു, എവിടെയൊക്കെ തെറ്റുപറ്റി. ഈ തെറ്റുകൾ അല്ലെങ്കിൽ പരാജയങ്ങൾ അതൊരവസാനമല്ല, അതൊക്കെ പാഠങ്ങളാണ്. പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക. തീർച്ചയായും. പിന്നെ ചെറിയ ചെറിയ വിജയങ്ങൾ പോലും ആഘോഷിക്കണം. ടീം അംഗങ്ങളെ അഭിനന്ദിക്കണം. അത് മുന്നോട്ടു പോകാനുള്ള ഒരു എനർജി തരും. ശരിയാണ്, എപ്പോഴും പോസിറ്റീവായിരിക്കണം. അതെ, ആവേശവും സ്ഥിരോത്സാഹവും നിലനിർത്തണം. ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ ഇത് കേൾക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്ക്, ടീച്ചർമാർക്ക് ഒന്ന് സ്വയം ചെയ്തു നോക്കാൻ പ്രചോദനം കിട്ടിക്കാണും. അവർക്ക് വേണ്ടി ഒരു ചെറിയൊരു ആക്ടിവിറ്റി, ഒരു ചാലഞ്ച് പോലെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായും. നമ്മൾ നേരത്തെ സംസാരിച്ച ആ പ്രോബ്ലം ട്രീ ഇല്ലേ, അതൊരു നല്ല എക്സസൈസാണ്. ഓക്കെ, അതെങ്ങനെ ചെയ്യേണ്ടത് ഒന്നുകൂടി പറയാമോ? പറയാം. കേൾക്കുന്നവർക്ക്, വിദ്യാർത്ഥികൾക്ക് ഇത് ചെയ്തു നോക്കാം. നിങ്ങളുടെ സ്കൂളിലോ അല്ലെങ്കിൽ വീടിന്റെ അടുത്തോ നിങ്ങൾക്കൊരു പ്രശ്നമായി തോന്നുന്നൊരു കാര്യം തിരഞ്ഞെടുക്കുക. എന്തുമാകാം. ഒരു പേപ്പർ എടുത്ത് അതിന്റെ നടുക്ക് ആ പ്രശ്നം എഴുതുക. അതാണ് നിങ്ങളുടെ മരത്തിന്റെ തടി. ഇനി ആലോചിക്കുക, എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് തോന്നുന്ന കാരണങ്ങൾ ആ തടിയിൽ നിന്ന് താഴേക്ക് വേരുകൾ പോലെ വരയ്ക്കുക. എത്ര കാരണങ്ങൾ വേണമെങ്കിലും ചേർക്കാം. ഇനി ചിന്തിക്കുക, ഈ പ്രശ്നം കാരണം
എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണുണ്ടാകുന്നത്? അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ? അത് ശാഖകൾ പോലെ തടിയിൽ നിന്ന് മുകളിലേക്ക് വരയ്ക്കുക. ശരി. തടി, വേരുകൾ, ശാഖകൾ. അതെ. 5. ഈ വരച്ച മരം നിങ്ങളുടെ കൂട്ടുകാരുമായോ ടീച്ചറുമായോ വീട്ടുകാരുമായോ ഒന്ന് പങ്കുവയ്ക്കുക, ചർച്ച ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാത്ത കാരണങ്ങളോ പ്രത്യാഘാതങ്ങളോ അവർക്ക് പറയാനുണ്ടാവും. ഇതെന്തിനാണ് സഹായിക്കുന്നത്? ശ്രമിക്കുക. പക്ഷെ ശരിക്കുള്ള മാറ്റം വരണമെങ്കിൽ അതിന്റെ കാരണം വേരുകൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ എക്സസൈസ് അതിന് സഹായിക്കും. കൊള്ളാം. വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ വളരെ ഉപകാരപ്രദമായ ഒരു ആക്ടിവിറ്റി. അതെ. അപ്പൊ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാകുന്നത്, ഒരു മാറ്റമുണ്ടാക്കുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വെറുമൊരു ടാസ്ക് പൂർത്തിയാക്കലല്ല. അല്ല. അത് നമ്മളെ തന്നെ മാറ്റുന്ന, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന, നമ്മുടെ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്കോരോരുത്തർക്കും എത്ര ചെറുതാണെങ്കിലും സാധിക്കുമെന്ന് കാണിച്ചു തരുന്ന ഒരു പ്രക്രിയയാണ്. വളരെ ശരിയാണ്. ശരിയായ ഒരു ലക്ഷ്യം കണ്ടെത്തുക, അതിലേക്കുള്ള വഴി വ്യക്തമായി പ്ലാൻ ചെയ്യുക, കിട്ടാവുന്ന ടൂൾസും സഹായവും ഉപയോഗിക്കുക. നമ്മളുണ്ടാക്കുന്ന മാറ്റം ചെറുതാണെങ്കിലും അത് യഥാർത്ഥമാണെന്ന് ഉറപ്പുവരുത്തുക, അതിന്റെ ഫലം അളക്കുക. ഇതെല്ലാം പ്രധാനമാണ്. പക്ഷെ എല്ലാത്തിനും മുകളിൽ ആ ഒരു തീ, ആ ഒരു പാഷൻ, സ്ഥിരോത്സാഹം, അത് കൈവിടാതിരിക്കുക. മാറ്റം ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. അല്ല. പക്ഷെ നമ്മളെടുക്കുന്ന ഓരോ ചെറിയ ചുവടും ഓരോ ചെറിയ പ്രോജക്റ്റും നമ്മളെ ഒരു നല്ല നാളെയിലേക്ക്, ഒരു നല്ല ലോകത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: ഇന്ന് നിങ്ങളുടെ ചുറ്റുമുള്ള എന്ത് നല്ല മാറ്റത്തിന് നിങ്ങൾ തുടക്കമിടും? അല്ലെങ്കിൽ നിലവിലുള്ള ഏത് നല്ല മാറ്റത്തിന്റെ ഭാഗമാകും? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ അന്വേഷണം ഇവിടെ നിർത്താം. തീർച്ചയായും. അടുത്ത ചർച്ചയിൽ പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.